സ്റ്റോക്ക് നമുക്ക് 10-60-70 വണ്ടികളുണ്ട്. ആ എല്ലാ ടൈപ്പും ഉണ്ടല്ലേ? ടൈപ്പ് ഉണ്ട്. SUV ഉണ്ട്, സെഡാൻ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്, എല്ലാ തരം വാഹനങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോ വാഗനറൊക്കെ നോക്കുകയാണെങ്കിലില്ലേ, ഈ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്നോട്ടാ. ഇവിടെ ചാകര തന്നെ ഉണ്ട്. വാഗനറിൽ ഒരുപാടുണ്ട്, ടൈപ്പ് 2 3 ഇറങ്ങിയിട്ടുള്ളത്. ക്വാളിറ്റി വണ്ടികളാണ്. നമ്മള് മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടികളൊന്നും ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഒരു മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ടാവുള്ളൂ. മേജർ നമ്മളിവിടെ എടുക്കല്ല. പിന്നെ ഹ്യുണ്ടായിന്റെ ക്രെറ്റയില് ഡീസൽ വണ്ടികളുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. അതുപോലെ തന്നെ എർട്ടിക കുറെ ആൾക്കാർ ചോദിച്ചുകൊണ്ടായിരുന്നു. എർട്ടിക ഒരു ഓട്ടോമാറ്റിക്കലി ഒരു പുതിയൊരു പീസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുമല്ലാണ്ട് SUV മഹീന്ദ്രന്റെ XUV ഉണ്ട്, ഇറ്റിയോസ് ലിവ 4-5ഓളം പീസ് ഉണ്ട്, ഇറ്റിയോസ് ലിവ ഉണ്ട്. പിന്നെ ചെറുവണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. അതായത് സാൻഡ്രോ കാറൊക്കെ 60-65,000 രൂപയ്ക്ക് സാൻഡ്രോ കാർ ഉണ്ട്. ഫുൾ പൊട്ടിച്ച് അങ്ങോട്ട് കൊടുക്കുക തന്നെ അല്ല, പൊടിച്ചു കൊടുക്കുന്നല്ലേ. കേൾപ്പതിനാലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല അടിപൊളി തീപാറുന്ന 1-1.5 കളക്ഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. മാക്സിമം 70-80ഓളം വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. നമ്മുടെ തിരൂരിലെ ഓട്ടോ ലെക്സിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഫർഹാൻ. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എത്ര വണ്ടികളുണ്ട്? കുറെ ഉണ്ടല്ലോ നിങ്ങളടുത്ത്. സ്റ്റോക്ക് നമുക്ക് 10-60-70 വണ്ടികളുണ്ട്. ഓക്കെ, മാക്സിമം എത്ര രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്? 53,000 മുതൽ സ്റ്റാർട്ടിങ്. അത് മാരുതി കാർ അല്ലെ? 53,000 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. എല്ലാം ഉണ്ടല്ലേ? ഓക്കെ. അപ്പോ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമ്മളൊരു 15 ലിറ്റർ പെട്രോള്. 15 മതിയാ? ഒരു 25 കൊടുത്തൂടെ? 15-20 കൊടുക്കാം. 20 കൊടുക്കാം. 25 കൊടുത്താൽ ഫുൾ ആയി പോകും ടാങ്ക് അല്ലെ? 20 ലിറ്റർ കൊടുക്കും. ഓക്കെ. അതിപ്പോ ഡീസൽ ആയെങ്കിലും പെട്രോൾ ആയെങ്കിലും ഫുൾ ടാങ്ക് അല്ല, 20 ലിറ്റർ. ഓക്കെ, 20 ലിറ്റർ എണ്ണ ഇവർ അടിച്ചു തരും. ഇവിടുന്ന് വണ്ടി എടുത്താൽ മാത്രം കേട്ടോ. പിന്നെ ഇത് കറക്റ്റ് എങ്ങനെയാണ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കട്ടെ? ലൊക്കേഷൻ നമ്മള് തിരൂരിൽ ഒരു 6 വീടാണ്. അതിന്റെ മുന്നേ സ്റ്റേജ് പടി സ്ഥാപനം. അതായത് തിരൂരിന് കോട്ടക്കൽ വരികയാണെങ്കിൽ സ്റ്റേജ് പടി കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്ഥലമാണ്. സ്റ്റേജ് പടിക്കലാണ്. സ്റ്റേജ് പടി തന്നെ ഇത് അല്ല, കുറ്റിപ്പാലത്തിന്റെ ഇറക്കത്തിൽ. ഓക്കെ. ഇനിയിപ്പോ തെക്കുന്ന് വടക്കുന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ എളുപ്പ വഴിയാണ് റെയിൽവേ. ഇപ്പൊ ട്രെയിൻ മാർഗം വരുന്നുണ്ടെങ്കിൽ റെയിൽവേ തിരൂർ ഇറങ്ങാം, നേരെ കോട്ടക്കൽ ബസ്സിൽ കയറാം. ആകെ 5-6 കിലോമീറ്ററേ ഇവിടേക്കുള്ളൂ. സാൻഡ്രോ കാർ നമുക്ക് നോക്കാം. എവിടുന്നും കിട്ടാത്ത വിലയിൽ ഈ സാധനം കിട്ടോട്ടെ നിങ്ങൾക്ക്. എങ്ങനെയാണ് ഇത് പറഞ്ഞോ? ഇത് 2005 മോഡല് 6 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർ വണ്ടി. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു 70 റുപ്യ കൊടുക്കാം. 70 റുപ്യ കൊടുക്കാം. ഓക്കെ. വില കുറച്ച് കൊടുക്കോ? കുറക്ക് നമുക്ക് ഒരു 65,000 റുപ്യ കൊടുക്കാം ഫൈനൽ നെറ്റ്. തന്നെ വെറും 65,000 രൂപക്ക് ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. വണ്ടിനെ പറ്റിയിട്ട് കൂടുതലൊന്നും. വണ്ടി AC ഉണ്ട്, പവർ സ്റ്റാറിംഗ് ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, പവർ വിൻഡോ ഉണ്ട്. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ 2 ഡോർ പവർ വിൻഡോ ഫ്രണ്ട്. എല്ലാ സെറ്റപ്പുള്ള ഒരു വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. മെക്കാനിക് പരമായിട്ട് ചെയ്യാനൊന്നുമില്ല. ഒക്കെ പക്കാണ്. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കല്ല. ഇത് എങ്ങനെയാണ്? ഇത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. അത് നമുക്ക് 2012 മോഡല്. 12 ഡീസൽ വണ്ടി. ഓപ്ഷൻ തന്നെ ഇത് VDI അലവിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി അലവിസ് അല്ല? അത്യാവശ്യം ഓടാനുള്ള കട്ടയുള്ള ടയറുണ്ട്. ഒരു 80-90% ടയറും ഉണ്ട്. നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണും കൊടുക്കാം. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? വണ്ടിമേ മെയിൻ ക്ലാസ് ഉണ്ട്. കേരള വണ്ടി. വില നമുക്ക് അവസാനം പറയാം. വണ്ടി ഓട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് 1.45 ഓട്ടം. ഓട്ടം വൈഡ് ആണെങ്കിലും വണ്ടി ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. മെക്കാനിക് പരമായിട്ട് ഒന്നുമില്ല. പിന്നെ ഏത് വണ്ടി എടുക്കുമ്പോൾ ഒരു ചില്ലറ ചെലവാക്കേണ്ടി വരും. അതെ. അതിപ്പോ എടുക്കുന്ന ആള് ചെക്ക് ചെയ്യാണ്ട് എടുക്കൂല. എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് അവർ എടുക്കുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാം. കാരണം പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പൊ ഇവിടെ വന്നിട്ട് വെറുതെ സ്വീപ്പ് വേണ്ട. അപ്പൊ ഉള്ള കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളോട് ചെയ്ത് കൊടുക്കും. അതെ. ഇവിടെ തന്നെ ഓപ്ഷൻ എന്തായാലും കൊടുക്കും. ഇവിടെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ പോയിട്ട് നോക്കാമല്ലോ. ഇത് എങ്ങനെയാണ് ആസ്ക്? ഇത് നമുക്ക് 2.5 റുപ്യ കൊടുക്കാം. 2 രൂപ കൊടുക്കാം. 2012 ഡീസൽ വണ്ടിയാണ് കേട്ടോ. സ്വിഫ്റ്റ്. അതും ഓപ്ഷൻ വരുന്ന VDI ആണ്. 2 രൂപക്ക് ഫുള്ള് ലോണിൽ കൊടുക്കാം. ഇവിടെ നല്ലൊരു അടിപൊളി ഹ്യുണ്ടായിന്റെ നിയോസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു മാനുവൽ വണ്ടിയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ ബോസേ? 2021 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 44 കിലോമീറ്റർ റൺ ചെയ്തു. ആകെ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുള്ള് ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ എക്സ്ട്രാ നമ്മള് അലോയ് വീൽസ്, 4 പുതിയ ടയർ ഒക്കെ ഉണ്ട്. ഓക്കെ.
അത് നമുക്കൊരു 4.95 കൊടുക്കാം. 4.95 കൊടുക്കുക. ലോണൊക്കെ എത്ര കിട്ടും? ലോണ് 4.5 to 4.25 വരെ ലോൺ കിട്ടുമല്ലേ? ഒരു 10-40 ഉറുപ്പിക വണ്ടി ഇറക്കി കൊടുക്കാം. ഓക്കെ, നല്ല അടിപൊളി അലോയ്സ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടകൾ ടയർ, 4 ടയർ പുറത്തൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അത് ഷോറൂമിൽ വെച്ച പോലെ തന്നെ വണ്ടി ഇവിടെ ഷോറൂം കണ്ടീഷൻ വാഹനമാണ്. ഓക്കെ, ആകെ 44 ഓടിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് 2 മാരുതി കാർ. ഇത് എങ്ങനെയാണ് മോഡൽ തന്നെ? ഇത് 2003 മോഡല്, 28 വരെ പേപ്പർ ഉണ്ട് വണ്ടി. ഓക്കെ, ഇത് നമുക്കൊരു ചെറിയ പൈസ കൊടുക്കാം. ചെറിയ പൈസ കൊടുക്കാം. മെക്കാനിക്കലൊക്കെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുത്തതാണ്. പിന്നെ എടുക്കുന്നവർക്ക് എന്തായാലും ഒരു ചെറിയ ചെലവൊക്കെ ഉണ്ടാവും, ചില്ലറ പണി ഉണ്ടാവും. പിന്നെ പഴയ വണ്ടിയല്ലേ? പഴയ വണ്ടി. പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്, 28 വരെ ഫിറ്റ് ആണ്. മെക്കാനിക്കലൊക്കെ ഓക്കെയാണ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് ഒരു 53,000 രൂപ കൊടുക്കാം. 53,000 രൂപ കൊടുക്കാം. കുറയോ? ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു റെഡ് കളർ, ഇത് എങ്ങനെയാണ്? അത് 2001 മോഡല്. 2001. സെക്കൻഡ് ഓണർ വണ്ടി, 25,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ ഉണ്ട്. ആകെ 25,000 കിലോമീറ്റർ തന്നെ. ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലെ? ഇതിലും AC ഉണ്ടാവില്ല. അതിന് AC ഉണ്ടാവില്ല. അത് കാർപ്പറേറ്റർ ആണ് വരുന്നത്. ഇത് MPFI ആണ്. ഇതില് മെക്കാനിക് പരമായിട്ട് എന്തും ചെയ്യാനുണ്ടോ? മെക്കാനിക് പരമായിട്ട് ഒന്നുമില്ല. ഇത് ഫുൾ കണ്ടീഷൻ, ഫുൾ കണ്ടീഷൻ ക്വാളിറ്റി വണ്ടി കേട്ടോ. ആകെ 25,000 കിലോമീറ്റർ ഓടിയത് കൊണ്ട് പിന്നെ നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ അത് എങ്ങനെ ഉണ്ടാവുന്നില്ല. ആ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല പുതിയ വണ്ടിന്റെ ആ ഒരു ലെവലിൽ തന്നെ വരും. എത്ര ആസ്ക്? ഇത് നമുക്ക് 65 രൂപ ചോദിക്കണം. 65 ചോദിക്കുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോ. ആൾട്ടോ കാർ നോക്കല്ലേ? അതെങ്ങനെയാണ്? 2010 മോഡല്. LXI. വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 1 lakh ഓടിയിട്ടുണ്ട്. വണ്ടി കുഴപ്പം കാര്യങ്ങളൊന്നും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ, അത് നമുക്ക് പുതിയ പേപ്പറാണ്. ഇപ്പൊ പുതിയ പേപ്പറിൽ നമുക്ക് 1.35 ചോദ്യം. വണ്ടി അഡ്ജസ്റ്റ് കൊടുക്കാം. വണ്ടി ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഒരു സ്വിഫ്റ്റ് കാർ തന്നെ കാണിച്ചു കൊടുക്കാം. 2016 മോഡൽ. കുറച്ച് മോഡൽ കൂടിയൊരു വണ്ടിയാണ്. 2000 ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള 2016 മോഡലാണ്. ഓപ്ഷൻ തന്നെ ആണ് അല്ല, ഡീസലാണ്. ഡീസൽ ഓട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും? ഓട്ടം കാര്യങ്ങളും 1.5 ഓട്ടം. 1.5 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ബോണറ്റ് ഉണ്ട്. ബോണറ്റ് മേജർ അല്ല, ഷോറൂമിൽ നിന്ന് മാറിയതാണ്. ഓക്കെ, വേറെ വണ്ടി ക്ലിയർ ആണ്. എവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. വേറെ അപാകതയില്ല. ഒന്നും. എത്രയാണ് നിങ്ങൾ ആസ്ക്? അത് നമുക്ക് 4.65 ഫൈനൽ കൊടുക്കല്ലേ? ഓക്കെ, ലോൺ നമുക്ക് ഒരു 4.5 വരെ നമുക്ക് നല്ല പ്രൊഫൈലുള്ള പാർട്ടിക്ക് ലോൺ. ഹ്യൂണ്ടായിന്റെ ഹിയോണ് കാണിച്ചു കൊടുക്കല്ലേ? ഹ്യൂണ്ടായിന്റെ ഹിയോണ് 2017 മോഡൽ. 17 മോഡലാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ. ഏതാ ഓപ്ഷൻ? അത് ഇറ പ്ലസ് ആണ്. ഓക്കെ, വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? അത് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത് നമുക്ക് ഒരു ഓഫറിൽ കൊടുക്കാം. 2.10 കൊടുക്കാം. 2.10 കൊടുക്കാം. ഇറ പ്ലസ്. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ലോൺ കിട്ടോ? ഇനി ലോണൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 1.25 രൂപ വരെ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം തന്നെ. ഓക്കെ, അപ്പൊ വാഹനം വിളിച്ചോ? i10 ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് അല്ലെ? എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2010 മോഡല്. 3ാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആസ്റ്റാണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ 1 lakh ഓടിക്കണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഒന്നുമില്ല. CVT ഗിയർ ആണ് വരുന്നത്. വണ്ടി ക്വാളിറ്റി എല്ലാം അടിപൊളി ക്വാളിറ്റി ആണ്. ചെക്ക് ചെയ്തിട്ട് എടുത്തു വണ്ടി. മെക്കാനിക് ഫിറ്റ് ആണ്. ഒന്നും ചെയ്യാനൊന്നുമില്ല. ഗണ്ണടിച്ചാ ഓടാം അല്ലെ? ബഡ്ജറ്റിൽ നല്ലൊരു അടിപൊളി വണ്ടി എന്ന് പറയാം. എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് ബാക്ക് ഇറങ്ങൂല. അതാണ് പിന്നെ CVT ബാക്ക് ഇറങ്ങൂല. കയറ്റത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങൂല. മാർക്കറ്റിലെ ടൈപ്പാണ്. ഓക്കെ, എത്ര കൊടുക്കരുത്? നമ്മള് പുതിയ പേപ്പർ എടുത്തിട്ട് 2.35 പുതിയ പേപ്പർ എടുത്തിട്ട് 2.35 കൊടുക്കൂല. നല്ലൊരു അടിപൊളി ഇറ്റിയോസ് ലിവ ഡീസൽ വണ്ടിയാണ്. 2013 കേരള വണ്ടി. ഫുള്ള് കൺവേർട്ട് ആക്കിയ വണ്ടി. എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു നോക്കേ. ഇത് നമ്മള് ഡ്യുവൽ പെയിന്റ് ചെയ്തിട്ടുണ്ട്. റെഡ് ആൻഡ് ബ്ലാക്ക്. ഫ്രണ്ട് മാറ്റിയിരിക്കുന്നു, ബാക്ക് മാറ്റിയിരിക്കുന്നു. ഒക്കെ നമ്മള് വർക്ക് എടുത്ത വണ്ടിയാണ്. നിങ്ങൾ എടുത്തല്ലേ? സ്കേട്ടിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്കേട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഇതിൽ തന്നെ വരുന്നല്ലേ? വേറെ ഇത് 2 lakh ഓടിക്കുന്നു. പിന്നെ ടയോട്ടന്റെ വണ്ടി ആയതുകൊണ്ട് പ്രശ്നമില്ല. ഒറിജിനൽ കേരള വണ്ടിയല്ലേ? കേരള വണ്ടിയാണ്. പിന്നെ കിലോമീറ്റർ സീനില്ല. പിന്നെ ഇതിന്റെ ടൊയോട്ടന്റെ ഒക്കെ ടെസ്റ്റ് അറിയുന്നവർക്ക് അറിയാം. 10 ലക്ഷം കിലോമീറ്റർ ഓടിയെങ്കിലും ഒന്നാവില്ലെന്ന്. അതാണ്. എത്ര വേണമെങ്കിൽ ഓടാം. എത്രക്ക് കൊടുക്കും ഇത്? ഇത് നമ്മള് 3.95 കൊടുക്കും. 3.95 കൊടുക്കും ലാസ്റ്റ്. ലോണ് കിട്ടോ? ലോണും ചെയ്ത് കൊടുക്കല്ലേ? മാക്സിമം ഫുള്ള് കിട്ടോ? നോക്കാം. നമുക്ക് പ്രൊഫൈലിനനുസരിച്ച് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു 50 ഉറുപ്പിക മുടക്കേണ്ടി. ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു അടിപൊളി ഇന്നോവയാണ് നിങ്ങളെ കാണിക്കുന്നത്.
ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2011 മോഡൽ. ഓപ്ഷൻ G4 അല്ലേ? ഓക്കെ. പിന്നെ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ അലൈവിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അടിപൊളിയാണ്. ഇന്ത്യനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓക്കെ, സെറ്റ് ആണ്. ഇന്റീരിയർ ആയാലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓട്ടം കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. ഓട്ടോ 230 റണ്ണിങ് ആയി കാണിക്കുന്നത്. റീവണ്ടിയാണ്. കിലോമീറ്റർ മെയിൻ ക്ലാസ് മാറിയാ? മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. വേറെ ബോഡി ഒന്നും റീപ്ലേസ് ഇല്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 530. 530 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. കുറച്ച് കൊടുക്കാം. ഓക്കെ, മാക്സിമം വില പൊട്ടിച്ചു തരും. ആവശ്യക്കാരനെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു റിഡ്സ് പെട്രോൾ വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇങ്ങോട്ട് മാറിയതാണ്. ഓപ്ഷൻ വരുന്നത് ZX. ഓക്കെ. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റുള്ള വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് പോലും ഇല്ല. ഓട്ടോക്കെ ജെന്യൂന് പറയാൻ കഴിയും. ഓട്ടോ നമുക്ക് ജെന്യൂന് പറയാൻ പറ്റൂല. റീവണ്ടി ആയതുകൊണ്ട്. ഓട്ടത്തിലൊക്കെ എന്ത് പാട്? വണ്ടി വന്ന് ചെക്ക് ചെയ്തോട്ടെ. ഒരു പക്കാണ്. ഫുള്ള് ചെക്ക് ചെയ്ത്. ഓക്കെ. എത്ര കൊടുക്കാം ഇത്? നമുക്കൊരു 3.5 കൊടുക്കാം. 3.5 കൊടുക്കാം. ഓക്കെ. അപ്പോ വാങ്ങാൻ വിളിച്ചോ. ഇവിടെ ഒരു ഇറ്റിയോസ്, എങ്ങനെയാണ് കാര്യങ്ങള്? ഇറ്റിയോസ് 2012 മോഡൽ. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടിയാ? റീവണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്ക് 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓപ്ഷൻ വരുന്നത് GD അല്ലേ? അലവിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ അലോയ്സ് ഒക്കെ കയറിയിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 lakh വരെ ലോണും കൊടുക്കാം. 2 lakh ലോണും കൊടുക്കാൻ പറ്റില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഇല്ല. ചെറിയ ക്രാക്ക് ഉണ്ട്. ഒറിജിനൽ ക്ലാസ് ആണ്. ക്രാക്ക് ജസ്റ്റ് അത് നിങ്ങൾ മാറ്റിട്ട് കൊടുക്കൂ. ഇല്ലെങ്കിൽ അവർക്ക് എടുക്കുന്ന ആളുവാണെങ്കിൽ പൈസ കുറച്ച് കൊടുത്താൽ മതി. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്കൊരു 285 ചോദ്യം. നെഗോഷ്യബിൾ ആണ്. 2 ലക്ഷം രൂപ ലോണും കിട്ടും. ഓക്കെ. നല്ലൊരു അടിപൊളി വാഗനർ കാണിച്ചു കൊടുക്കുക അല്ലെ? എങ്ങനെയാണ് ഇത് കാര്യങ്ങള്? വാഗനർ 2015 മോഡൽ LXI ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ 80,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സർവീസ് ഉള്ള വണ്ടിയാണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അല്ലെ? പിന്നെ റീപ്ലേസ് എന്താ വെച്ചാൽ ബോണറ്റ് മാറ്റിയിരിക്കുന്നത്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട് അല്ലെ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമല്ല. മൈനർ ആണ്. ഓക്കെ. ഇത് നമുക്കൊരു 3.15 കൊടുക്കാം. 3.15 കൊടുക്കാം. ലോൺ നമുക്ക് നല്ല കസ്റ്റമർ പ്രൊഫൈലുള്ള ടീം ഉണ്ടെങ്കിൽ ഒരു 2.25 ആ റേഞ്ച് വരെ കൊടുക്കാം. ആ റേഞ്ച് വരെ ചെറിയ പൈസ വണ്ടി ഇറക്കി കൊടുക്കും. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. എല്ലാ ഭാഗം ചിറ്റാണ്. മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നുമില്ല. കട്ടറിൽ ടയർ ഉണ്ട്. അത്യാവശ്യം എണ്ണടിച്ചാ ഓടാ. അത്രേ ഉള്ളൂ അല്ലെ? പണി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പൊ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ ഹ്യുണ്ടായിയുടെ i20 ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് മോഡൽ? ഇത് 2018 മോഡലാണ്. തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി എടുക്കുന്നത്. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 80,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് വരുന്നത്. 6644. അടിപൊളി വണ്ടിയാണ്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടോ 80,000 ഓടിയിട്ടുള്ളൂ അല്ലേ? അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. മൈലേജ് കിട്ടും. മൈലേജ് 20 കിട്ടുമല്ലോ ഡീസൽ വണ്ടി ആയതുകൊണ്ട്. ഓക്കെ. എത്ര കൊടുക്കത്? ഇത് നമുക്ക് ഒരു 5.65 കൊടുക്കാം. 5.65 കൊടുക്കാം. 2018 ഡീസൽ വണ്ടിയാണ്. 5.65 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഒരു 5 രൂപ 5.15 ലോൺ ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ കാണാൻ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു ഹ്യുണ്ടായിയുടെ ഹൈ10 ഓട്ടോമാറ്റിക് വണ്ടി നോക്കാം. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2014 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 80,000 കിലോമീറ്റർ. ഓപ്ഷൻ സ്പോർട്സിൽ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ബാക്കി ഇറങ്ങൂല. CVT ക്വാളിറ്റി ഉള്ള മെക്കാനിക് ഒക്കെ ഫിറ്റ് ഒന്നും ചെയ്യാനൊന്നുമില്ല. എത്ര ഇത് ആസ്ക്? ഇത് നമ്മള് 3.45 ആസ്ക് ഉണ്ട്. 3.25 വരെ ലോൺ കൊടുക്കും. ചെറിയ പൈസ കൊടുക്കല്ല. 3.25 വരെ ലോണും കിട്ടും. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഇവിടെ ഒരു വാഗനർ കാണിച്ചു കൊടുക്കല്ലേ? 2018 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VXI ആണല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓട്ടോമാറ്റിക് ആണ് തന്നെ. ഓക്കെ. കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 20,000 ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? തന്നെ. ഓക്കെ. 2018 മോഡലാണ് അല്ലേ? 18 സെക്കൻഡ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള വാഹനം. ഓക്കെ. അത്യാവശ്യം മൂവിംഗ് ഉള്ള വാഹനം. അതെ. ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു വണ്ടിയാണ്. അതും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നോക്കുന്നുണ്ട്. പിന്നെ സീറ്റിംഗ് ആണ് ഇതിന്റെ മെയിൻ. അതെ. ഹൈറ്റുള്ളവർക്കൊക്കെ ഓടിക്കാൻ പറ്റും. ഇത് എത്ര ആസ്ക്? ഇത് നമുക്ക് 4.55 ആസ്ക്. 4.55 85
55 അല്ലേ? 55. ഓക്കെ. അപ്പൊ വില കുറയൂലേ? വില കുറച്ച് കൊടുക്കാം, ചെറുതായിട്ട് കൺസ്യൂമർ ഉണ്ടാവും. മാക്സിമം ഫുള്ള് ലോൺ എന്തെങ്കിലും കൊടുക്കാൻ മാക്സിമം പറ്റും. കൂടി എഴുതി കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇറ്റിയോസ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. നല്ല ബോട്ട് സ്പേസ്, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഒക്കെ കമ്മിയുള്ള നല്ല അടിപൊളി വാഹനമാണ്. ഇവിടെ എത്ര പീസ് ഉള്ള? 3 പീസ് ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ടോട്ടൽ 3 പീസ് ഉണ്ട്. ഇത് വൈറ്റ് കളറിൽ വരുന്ന വണ്ടി. ഇത് എത്രയാണ് മോഡൽ? 2012. സെക്കൻഡ് ഓണർഷിപ്പ്, 1,40,000 കിലോമീറ്റർ. അത് സ്റ്റേറ്റ് വണ്ടിയാണ്. ഓക്കെ. നമ്പർ മാറിയതാണ്. വണ്ടി മെക്കാനിക്കലി ഒക്കെ ഓക്കെ ആണ്. മെക്കാനിക് ഫുൾ ഫിറ്റ് ആണ്. പിന്നെ ടച്ചപ്പും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ക്ലിയർ ആണ് വണ്ടി. ഓക്കെ. എടുക്കുന്ന ആൾക്ക് എവിടെ കൊണ്ട് ചെക്ക് ചെയ്യാം. പിന്നെ സ്റ്റീരിയോ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു. എത്ര ആസ്ക്? 3,15. 15 ചോദിക്കുന്നുണ്ട്. എ സ്റ്റാർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണിത്? എ സ്റ്റാർ 2011 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2011 VXi. ഓക്കെ. ഇത് ഓട്ടോമാറ്റിക് മറ്റേ ഗിയർ ബോക്സ് ഉണ്ട്, CVT ഗിയർ ബോക്സ്. CVT ഗിയറാണ് വരുന്നത്. ഓക്കെ. ബാക്ക് ഇറങ്ങൂല. 90,000 കിലോമീറ്റർ. എന്ത് പാട് വണ്ടി? അടിപൊളി വണ്ടി. മെക്കാനിക് ഫിറ്റ് ആണ് അല്ലേ? ഒന്നും ചെയ്യാനൊന്നുമില്ല. എത്രക്ക് കൊടുത്തത്? ഇത് നമുക്ക് 2,45 ചോദ്യം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2,45 ചോദിക്കേണ്ട വില കുറച്ച് തരും. 2011 ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ചെറിയ പൈസക്ക് ഒരു കൊറോള ആൾട്ടീസ് കൊടുത്താലോ? എങ്ങനെയാണ് കാര്യങ്ങൾ? 2010 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. 80,000 കിലോമീറ്റർ ആണ് റണ്ണിങ് കാണിക്കുന്നത്. കേരള വണ്ടിയാ? ഫ്രീ വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക് ഓക്കെ. ഡീസൽ വെഹിക്കിൾ അല്ല? ഡീസൽ വെഹിക്കിൾ. എക്സ് നമ്മൾ അലൈവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി ആലോചിച്ച് ചെയ്തിട്ടുണ്ടല്ലേ? വേറെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ടല്ലേ? 2010 വണ്ടിന്ന് ഒരു കാണുമ്പോ പറയില്ല. പിന്നെ ഡ്രൈവ് നല്ല അടിപൊളി ലക്ഷറി ഫീലിംഗ്. ലക്ഷറി വണ്ടി തന്നെയല്ലേ? എത്ര കൊടുക്കാൻ? അത് നമുക്ക് പുതിയ പേപ്പറിൽ 3,10 കൊടുക്കും. 3,10 കൊടുക്കല്ലേ? ഓക്കെ. അപ്പൊ കാണാൻ വിളിച്ചോ. ഇവിടെ ഒരു ഡസ്റ്റർ കാണിച്ചു കൊടുക്കല്ലേ? ഡസ്റ്റർ 2014. 85 ആണ്. ഓക്കെ. 14 ബേസ് മോഡൽ അല്ല? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1,05,000. 1,05,000 ഓടിയിട്ടുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നും പേർക്കൊന്നുമില്ല. നമുക്കൊരു 3,95 3,95 കൊടുക്കാം. 4 രൂപ ലോൺ മാക്സിമം ഫുള്ള് കയറ്റാൻ പറ്റും അല്ലെ? പ്രൊഫൈൽ അനുസരിച്ച് നമ്മൾ ലോൺ കിട്ടും. അതെ. 2014 85 കേട്ടോ. 3,95 ചോദിച്ചിട്ടുള്ളത്. നെഗോഷ്യബിൾ. വീണ്ടും ടൊയോട്ടന്റെ കൊറോള അൾട്ടീസ് ആണ് നിങ്ങൾ കാണിക്കുന്നത്. ഡീസൽ വണ്ടി അല്ലെ? ഡീസൽ വണ്ടി. എങ്ങനെയാണ് മോഡൽ? ഇത് 2010 ആണ്. ഓക്കെ. സെക്കൻഡ് ഓണർ ആണ്. 1,10 ഓട്ടം. ഓക്കെ. പിന്നെ അത് സ്റ്റേറ്റ് വണ്ടിയാണ്. നമ്പർ ആയ വണ്ടിയാണ് അല്ലെ? മേജർ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? മേജർ ആയിട്ടൊന്നുമില്ല. വണ്ടി ഇഞ്ചൻ പരമായിട്ടൊക്കെ ഫുള്ള് മെക്കാനിക് ഒക്കെ ഫിറ്റ് അല്ലേ? പിന്നെ ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. ജി ഓപ്ഷൻ ആണ്. എത്ര ഇത് ആസ്ക്? ഇത് നമുക്ക് 2,80 പുതിയ പേപ്പറിൽ കൊടുക്കാം. 2,80 കൊടുക്കാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കിക്കോ. ലോൺ കിട്ടൂലല്ലോ. സ്വിഫ്റ്റ് കാറാണ്. ടൈപ്പ് 2 പെട്രോൾ വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് മോഡൽ? ഇത് 2015 മോഡൽ. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. 40,000 കിലോമീറ്റർ വണ്ടിയായിരുന്നു. ആകെ 40 ഓടിയിട്ടുള്ളൂ തന്നെ? ഷോറൂം സർവീസ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും. ഓക്കെ. നല്ല ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയല്ലേ? ഓപ്ഷൻ വരുന്ന LXi. എത്ര കൊടുക്കരുത്? 4,4 ഫൈനലുണ്ട്. 4,4 ഫൈനൽ. ലോണൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം. 4 രൂപ ലോൺ കൊടുക്കാം. ഓക്കെ. വാടാൻ വിളിച്ചോ. ഇവിടെ ഫോർഡിന്റെ എക്കോ സ്പോർട്ട് ആണ്. ഡീസൽ വണ്ടിയാ? ഡീസൽ ആണ്. ടൈറ്റാനിയാണ് ഓപ്ഷൻ വരുന്നത്. മോഡൽ വരുന്നത്? മോഡൽ 2014 വണ്ടി. ഓക്കെ. റീ വണ്ടിയാ ഇത്? അല്ലല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ? ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഫോർഡിന്റെ വണ്ടി നമ്മൾ അങ്ങനെ എടുക്കില്ല, പക്ഷേ ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ എടുക്കൂ. ഓക്കെ. നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര ഓട്ടം ഉണ്ട്? 80,000 ഓടി ഉണ്ട് അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര കൊടുക്കാം ഇത്? അത് നമുക്കൊരു 4 രൂപ കൊടുക്കാം. 4 രൂപ കൊടുക്കാം. ഓക്കെ. 2014 വണ്ടി ഒറിജിനൽ കേരള 4 രൂപക്ക് തരാന്ന് പറയുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഫുൾ ഫിറ്റ് ആണ് കേട്ടോ. ഞാൻ ഇവരോട് ചോദിച്ചിട്ട് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്. നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വേണമെങ്കിൽ പെട്ടെന്ന് വന്നോ. 4 രൂപ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്. അതിൽ വിളിച്ചാൽ മതി. ലൊക്കേഷന് മൂപ്പര് അയച്ചു തരും കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുത്താലി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞു കൊടുത്താലി. ഇത് കുറ്റിപ്പാലാണ് സ്ഥലം വരുന്നത്. കുറ്റിപ്പാലം സ്റ്റേജ് പടി. എത്തണ്ട. അതായത് കോട്ടക്കലിന് വരികയാണെങ്കിൽ കുറ്റിപ്പാലം കഴിഞ്ഞിട്ട്, പിന്നെ തിരൂരിന് വരികയാണെങ്കിൽ വൈലത്തൂർ പൊന്മുണ്ടം കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ്. ഓക്കെ. സ്റ്റേജ് പടി. ഇനിയിപ്പോ ലോങ് എന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ അല്ലെ? കോട്ടക്കൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോ ഇതല്ലാതെ വേറെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് കേട്ടോ.
അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോ ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പൊ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം അല്ലെ. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2018 മോഡൽ മാറ്റിന്റെ ബലേനോ? ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. ഡെൽറ്റ ഓപ്ഷൻ ആണ്. ഡെൽറ്റ പെട്രോൾ വണ്ടിയല്ല? ഓട്ടം കാര്യങ്ങൾ 20,000 കിലോമീറ്റർ ആകെ റൺ ആയിരുന്നു. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ക ജെന്യൂൻ കിലോമീറ്റർ ആണ്. സർവീസ് അവൈലബിൾ. ഓക്കെ. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 6,15,000. 6-15 ചോദിക്കണ്ട്. ഓക്കെ. നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ. അപ്പൊ രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഓക്കെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ. ഓക്കെടാ ഇർഫാൻ.